പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വരുന്നതിൽ അനിശ്ചിതത്വം. ഇന്നലെ മണ്ഡലത്തിലെത്തി രാഹുൽ സജീവമാകുമെന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും എത്തിയില്ല. രാഹുൽ മണ്ഡലത്തിലെത്തുന്നതിന് മുൻപേ പ്രതിഷേധം തുടങ്ങിയ ബി.ജെ.പി. എം.എൽ.എയെ പാലക്കാട് കാലുകുത്തിക്കില്ല എന്ന നിലപാടിലാണ്. ഇന്നലെ എം.എൽ.എ. ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് രാഹുലിനെതിരെ ഫ്ലെക്സ് കാർഡും മുദ്രാവാക്യങ്ങളും ഉയർത്തിയിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ തുടരുന്ന സമയത്ത് പ്രതിഷേധങ്ങൾക്ക് അവസരമൊരുക്കേണ്ട എന്ന തീരുമാനവും രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തതായാണ് സൂചന. രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പാലക്കാട്ട് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ പാലക്കാട്ടേക്ക് ഇന്നലെ എത്തിച്ചേരുമെന്നുള്ളത് വാർത്തകളും അഭ്യൂഹങ്ങളും ഏറെക്കുറെ അതെല്ലാവരും വിശ്വസിച്ചതുമാണ്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. തീരുമാനങ്ങൾ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇല്ലാതിരുന്നിട്ടും അവിടെ തുറന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എം.എൽ.എയുടെ ഓഫീസ്, ആ ഓഫീസ് അടച്ചുപൂട്ടാനും ആ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും പ്രതിഷേധങ്ങൾ നടത്താനും ഒക്കെ ബി.ജെ.പി. മുന്നിട്ടിറങ്ങിയത്. ബട്ട് രാഹുൽ ഇന്നലെ വരില്ല എന്നുള്ള ഉറപ്പ് അത് പാലക്കാട്ടെ ചില നേതാക്കളെ രാഹുൽ അറിയിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഈ പ്രതിഷേധക്കാരെയോ ബി.ജെ.പിയെയോ നേരിടാനോ കോൺഗ്രസ് മുന്നിട്ടിറങ്ങാത്തതും അവർ അവിടെ എം.എൽ.എ. ഓഫീസിന്റെ സമീപം ഉണ്ടാവാതിരുന്നതും ഒക്കെ രാഹുൽ വരില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അതിനപ്പുറത്തേക്ക് രാഹുൽ എന്തുകൊണ്ട് ഇന്നലെ പാലക്കാട്ട് എത്തിയില്ല എന്നുള്ളതാണ്. രാഹുൽ എത്താത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, രാഹുൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. സസ്പെൻഷൻ കാലാവധി കഴിയുന്നു. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഉണ്ട് അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒരു കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെയോ ആയിട്ട് KPCC പ്രസിഡന്റിന് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ടിൽ രാഹുലിന് അനുകൂലമായ അല്ലെങ്കിൽ രാഹുലിന് പ്രതികൂലമല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ രാഹുലിന്റെ തിരിച്ചു വരവ് ഉടനടി ഉണ്ടാകും എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് KPCCയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുടൻ അതിന്റെ മേലൊരു ചർച്ചകൾ നടത്തി കമ്മീഷനെ കേട്ടതിന് ശേഷം ഉടനടി രാഹുലിനെ തിരിച്ചെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും അയാൾ തിരിച്ചെത്തും. കാരണം ഈ ഒരു ആരോപണത്തിന്റെ പേരിലായിരുന്നല്ലോ രാഹുൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. അപ്പോ ഈ ഒരു ആരോപണങ്ങൾ അവസാനിക്കുന്നതോടുകൂടി ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് പാർട്ടിക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നതോടുകൂടി രാഹുൽ അധ്യക്ഷ സ്ഥാനത്തും തിരിച്ചെത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട്ട് വരാത്തതിനുള്ള ഒരു കാരണം ഇതാണ്. കാരണം പാലക്കാട്ടേക്ക് വരുമ്പോൾ അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് പാർട്ടിയുടെ പിന്തുണ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടുകൂടിയും അദ്ദേഹത്തിന്റെ സസ്പെൻഷനും കാലയളവും ഈ അച്ചടക്ക നടപടിയും ഒക്കെ അവസാനിക്കുന്നതോടുകൂടി പാർട്ടി പിന്തുണ അദ്ദേഹത്തിന് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ ഈ പാർട്ടി പിന്തുണയോട് കൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടിന്റെ മണ്ണിൽ വന്നിറങ്ങണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഇന്നലത്തെ കാര്യങ്ങൾ പിന്നീടേക്ക് മാറ്റിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ സോണിയാഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിലുണ്ട്. ഈ വയനാട്ടിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉള്ളത് കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്വേഷണം നടത്തുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാർട്ടി അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, അതിന് നടത്തുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പൊ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോണിയാഗാന്ധിയെയും അതുപോലെ രാഹുലിനെയും ചെന്ന് കണ്ടു എന്നും അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു എന്നുള്ളതുമാണ് മറ്റൊരു കാര്യം രാഹുൽ എത്താത്തതിന്റെ. അപ്പോ അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും പാർട്ടി എടുത്തിരിക്കുന്ന അച്ചടക്ക നടപടിയെക്കുറിച്ചും അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതുമായ ചില സൂചനകൾ നേതൃത്വവുമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ ഇനി KPCC പ്രസിഡന്റിന് ഈ അന്വേഷണ റിപ്പോർട്ട് കൂടി കയ്യിൽ കിട്ടുന്നതോടുകൂടി രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്നുള്ളതാണ്.
അങ്ങനെ വരുമ്പോഴേ അദ്ദേഹം പാലക്കാട് വന്നിറങ്ങുമ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് സംരക്ഷണം നൽകാതിരിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ പാർട്ടി ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം പ്രതിരോധം തീർക്കുന്നതിൽ പാർട്ടി മുന്നിട്ടിറങ്ങുന്നതിന് ചില ഈ അസൗകര്യങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വന്നിറങ്ങുമ്പോൾ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനെ CPM എന്താണെങ്കിലും രാഹുലിനെ തടയാൻ ഉണ്ടാവില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ളത് BJP ആണ്. BJPയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവും. കാരണം BJPക്കാരെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ പറയുന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും രാഹുലിന് പരസ്യമായ ഒരു പിന്തുണ നൽകുവാനോ അല്ലെങ്കിൽ രാഹുലിന് പരസ്യമായ സംരക്ഷണം നൽകുവാനോ പ്രതിരോധിക്കുവാനോ ഒന്നും കോൺഗ്രസ് മുതിർന്നില്ല എന്നുള്ളതാണ്. അത് മുതിരാതിരിക്കുകയും രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതോടുകൂടി ഇപ്പോൾ പാലക്കാട്ട് വന്നിറങ്ങിയാൽ അവിടെ രാഹുലിനെതിരെ വല്ല രീതിയിലുമുള്ള പ്രതിഷേധങ്ങളോ മറ്റുള്ള ക്യാമ്പയിനുകളോ നടന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കണ്ടു നിൽക്കാനും പാർട്ടിക്ക് കഴിയില്ല, അതിനെ പ്രതിരോധിക്കാനും കഴിയില്ല. കാരണം കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം സസ്പെൻഷനിലാണെങ്കിലും അയാൾ പാർട്ടിയുടെ ഭാഗമാണ്. പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്ക നടപടി നേരിടുന്ന ഒരാളെ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയെ ബാധിക്കുമെന്നുള്ള കാര്യം കൊണ്ട്, പ്രസ്ഥാനത്തെ ബാധിക്കുമെന്നുള്ള കാര്യം കൊണ്ട് അതിനും കഴിയില്ല. അപ്പൊ ഈ രണ്ട് അവസ്ഥകൾ ഉള്ളത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങിയാൽ ഈ പ്രതിഷേധങ്ങളൊക്കെ അത് പാർട്ടി തന്നെയാണല്ലോ രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടത്, പാർട്ടി തന്നെയാണല്ലോ രാഹുലിനെ പ്രതിരോധിക്കേണ്ടത്, എല്ലാ അർത്ഥത്തിലും നേരിടേണ്ട രീതിയിൽ നേരിടേണ്ടത് പാർട്ടി തന്നെയാണല്ലോ. അപ്പോ അങ്ങനെ വരുമ്പോഴേ ഈ സസ്പെൻഷനിലുള്ള വ്യക്തിയെ പാർട്ടി പ്രതിരോധിക്കാൻ നിൽക്കുമ്പോൾ അതിൽ ചില വിമർശനങ്ങളിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഈ 2 ദിവസത്തിനുള്ളിൽ തിരുവഞ്ചൂരിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് കൂടി പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അത് KPCC പ്രസിഡന്റിന് ലഭിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ ഒരു നടപടി എടുത്തുകൊണ്ട് രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, സസ്പെൻഷൻ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്ടിന്റെ മണ്ണിൽ വന്നിറങ്ങുമ്പോൾ അവിടെ മുന്നിൽ നിന്ന് കൈപിടിക്കാൻ സതീശൻ ഉണ്ടാവും, അവിടെ മുന്നിൽ നിന്ന് കൈപിടിക്കാൻ ഈ പറയുന്ന ഷാഫി പറമ്പിലുണ്ടാവും, സണ്ണി ജോസഫ് ഉണ്ടാവും, K സുധാകരൻ ഉണ്ടാവും. അങ്ങനെ പാർട്ടി തന്നെ വലിയ ഒരു സംരക്ഷണം ഒരുക്കി പാലക്കാട്ടിന്റെ മണ്ണിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുകയും രാഹുലിന്റെ തിരിച്ചുവരവിനുള്ള കളമൊരുക്കുകയും പാർട്ടി തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോ അതിനു വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അതല്ലെങ്കിൽ ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് എത്തേണ്ടതായിരുന്നു. ബട്ട് അത് ഈ 2 കാരണങ്ങൾ, ഒന്ന് സോണിയയും അതുപോലെ രാഹുലും വയനാട്ടിലുണ്ട്, അവരോട് തിരുവഞ്ചൂർ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങളും ഇതിന്റെ വശങ്ങളും ഇതിന്റെ മറുവശങ്ങളും ഒക്കെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാര്യങ്ങൾ ഇത് അറിയിച്ചിട്ടുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതോടൊപ്പം തന്നെ നാളെയോ നാളെ കഴിഞ്ഞോ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അന്വേഷണ റിപ്പോർട്ട് KPCC പ്രസിഡന്റിന് കൈമാറാൻ പോവുകയാണ്. ആ കൈമാറുന്നതോടുകൂടി രാഹുൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന അച്ചടക്ക നടപടി, കഴിഞ്ഞ ദിവസം VK ശ്രീകണ്ഠൻ ആവർത്തിച്ച് പറയുന്നുണ്ടായി, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം നേരിടുന്നത് സസ്പെൻഷനാണ്, അത് താൽക്കാലികമാണ്, അതും ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതാണ്. കാരണം പാർട്ടിയിൽ ഒരാളെ നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുമ്പോൾ അത് സുതാര്യമല്ലെന്നുള്ള ഒരു ആരോപണങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി, അതിന്റെ ട്രാൻസ്പെറൻസി, അതിന്റെ എഫിഷ്യൻസി അത് കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയതാണ് എന്ന് ആവർത്തിച്ച് VK ശ്രീകണ്ഠൻ പറയുകയാണ്. അപ്പോ ഈ റിപ്പോർട്ട് വരികയാണ്. കാരണം ഇപ്പോ ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ രാഹുലിന് അനുകൂലമായ കാര്യങ്ങളാണ്. അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പല കണ്ടെത്തലുകളുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസിൽ പരാതിക്കാരില്ലാത്തതും FIRകൾ ഇല്ലാത്തതും മൊഴികളില്ലാത്തതും
പരാതിക്കാരെ കണ്ടെത്താൻ കഴിയാത്തതും ആരോപണം ഉന്നയിച്ചവർ പോലും ഞങ്ങൾക്കാർക്കും പരാതിയില്ല, ഞങ്ങൾ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയതുമായ കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് തിരുവഞ്ചൂർ ഈ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ അന്വേഷണ റിപ്പോർട്ട് രാഹുലിന് അനുകൂലമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെടും. അങ്ങനെ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ടാൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്ട്രെങ്ത് ആകും. അയാൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അയാളുടെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കും. അയാളെ പാലക്കാട്ട് തിരിച്ചെത്തിക്കുന്നതിനും അയാളെ കൈപിടിക്കുന്നതിനും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫും ഇടത്തും വലത്തും ഉണ്ടാകും. അങ്ങനെ പാർട്ടി നേതാക്കളുടെ സംരക്ഷണയും പ്രവർത്തകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിക്കളിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഇപ്പോഴുള്ള കാത്തിരിപ്പ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്.